സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1479 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബാംഗ്ലൂർ ജില്ലയുടെ തൊട്ടടുത്ത ജില്ലയായ ചിക്ബല്ലാപൂർ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായ നന്ദി ഹിൽസിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 12 മാസവും കോട പുതച്ച് നിൽക്കുന്ന ഈ പ്രദേശം ഇന്ത്യയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള, എസ്പെഷ്യലി സൗത്ത് ഇന്ത്യയിൽ തന്നെ പറയപ്പെടുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നാണ്. ഇത് കാണാൻ നിരവധി പേർ ബാംഗ്ലൂരിനും കർണാടകയ്ക്കും വെളിയിൽ നിന്നൊക്കെ വരാറുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ രാവിലെയുള്ള ദൃശ്യവും വൈകുന്നേരമുള്ള ദൃശ്യമാണ്. ഇതിപ്പോൾ ഞാൻ രാവിലെയാണ് പോകുന്നത്, നിങ്ങൾക്ക് ഈ വീഡിയോ നോക്കുമ്പോൾ കാണാൻ സാധിക്കും. തണുപ്പ് സമയത്തല്ല ഞാൻ പോയത്, എന്നിട്ട് പോലും നല്ല കോടയാണ്. ഇത് കുറച്ച് ഉള്ളിലേക്ക് ചെന്ന് മുകളിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് പരസ്പരം അടുത്ത് നിൽക്കുന്നവരെ പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള കോടയായിരിക്കും. ഏകദേശം ഒരു 11-12 മണി ഉച്ചയോടെ എടുക്കുന്ന സമയത്ത് പതുക്കെ കോടയൊക്കെ ഇറങ്ങി നോർമൽ ക്ലൈമറ്റിലേക്ക് വരും. പിന്നെ വീണ്ടും അതൊരു 4 മണിക്ക് ശേഷം 4-5 മണിയാകുമ്പോൾ വീണ്ടും ഫുൾ ക്ലൗഡി ആയിരിക്കും. ഇവിടെ നിന്നുള്ള സൂര്യാസ്തമയവും സൂര്യോദയവും അറിയപ്പെടുന്ന ഒന്നാണ്. നിരവധി വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രാവിലത്തെ സൂര്യാസ്തമയത്തിൻ്റെ വീഡിയോ. ഇതിൻ്റെ നന്ദി ഹിൽസിൻ്റെ ഏറ്റവും താഴെ പച്ച പുതച്ച് നിൽക്കുന്ന ഗ്രാമങ്ങളാണ്. അപ്പോൾ തട്ടായിട്ടുള്ള മേഘങ്ങൾ ശരിക്കും അതിൻ്റെ മുകളിലുള്ള സൂര്യനുള്ള കാഴ്ചയൊക്കെ എടുത്തു പറയേണ്ട ഒന്നാണ്. അതുപോലെ ഒരുപാട് പേര് മിസ് ചെയ്യുന്നതാണ് സൺസെറ്റ്. രാവിലത്തെ പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. വൈകിട്ടും ഏകദേശം ഒരു 6 മണി സമയമൊക്കെ കഴിഞ്ഞ് സൺസെറ്റിന് ശേഷം താഴേക്ക് നോക്കുകയാണെങ്കിലും വളരെ മനോഹരമാണ്. പ്രത്യേകിച്ച് ഈ ലൈറ്റ് ഓൺ ചെയ്യുന്ന സമയങ്ങളിൽ താഴെ വീടുകളിലും മറ്റും ലൈറ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ രാവിലെയും വൈകിട്ടും മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. നേരത്തെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു ദിവസമോ 2 ദിവസമോ ഡിപ്പെൻസ് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇവിടുത്തെ ടിക്കറ്റ് ചാർജിനെ കുറിച്ച് പറയാം. പെർ ഹെഡ് വരുന്നത് വെറും 20 രൂപയാണ്. നിങ്ങൾക്ക് 2 വീലറും 4 വീലറും ഒക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഈ വീഡിയോ ആദ്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നത് കാണാം. 2 വീലറിന് 40 രൂപയും 4 വീലറിന് കറക്റ്റ് എനിക്ക് എത്ര രൂപയാണെന്ന് അറിയത്തില്ല, അതിൽ കൂടുതലാണ് റേറ്റ്. ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. ബാംഗ്ലൂരിൽ നിന്ന് പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മജസ്റ്റിക്കിൽ നിന്ന് ബസ് സൗകര്യമുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അതിനടുത്ത് തന്നെ നമുക്ക് ഷെയർ ഓട്ടോയൊക്കെ കിട്ടും. അല്ലാതെ പ്രൈവറ്റ് വണ്ടികളുണ്ട്. ഈ നന്ദി ഹിൽസിന് അടുത്ത് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ കർണാടക ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. ഇനി KSRTCയുടെ ബസ് ഉണ്ട്, നിങ്ങൾക്ക് മെയിൻ റോഡിൽ നിന്ന് കിട്ടും. ഇത് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദ് പോകുന്ന റൂട്ടിലാണ്. അപ്പോൾ വളരെ എയർപോർട്ട് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അത് മാത്രമല്ല നന്ദി റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ നന്ദി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് കുറച്ച് വിഷ്വൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മഴ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ മഴയും കോടയും കൂടെ ചേർന്നിട്ട്, അത് മാത്രമല്ല ഒത്തിരി യൂക്കാലിപ്റ്റും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ മിക്സായിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു നല്ലൊരു അടിപൊളി ക്ലൈമറ്റായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് വീക്കെൻഡുകളിൽ ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള ആൾക്കാർ, ഞാൻ ട്രാഫിക്കിൻ്റെ ഒരു വീഡിയോന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെവി ബ്ലോക്കാണ്. എസ്പെഷ്യലി ഒരു വില്ലേജ് ബ്യൂട്ടിയും അതുപോലെ ഒരു നേച്ചറൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന റെഗുലറായിട്ട് വീക്കെൻഡ് യാത്ര ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. വീട്ടിൽ യാത്ര പുറപ്പെടുന്നത് ഏകദേശം 3:45 കാര്യം 6 മണിക്ക് അവിടെ ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ ഞാൻ അവിടെ എത്തിയപ്പോൾ 5:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് തന്നെ ഗേറ്റ് ഓപ്പൺ ആയിരുന്നു. അപ്പോൾ ട്രാഫിക്ക് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കൂടുതലും വീക്ക് ഡേയ്സ് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാര്യം വീക്കെൻഡ് ആണെന്നുണ്ടെങ്കിൽ ആ മെയിൻ റോഡിൽ നിന്ന് കയറി ഹെയർ പിൻ ആ വഴിയൊക്കെ പോകാൻ ഭയങ്കര ക്രൗഡഡാണ്. 2 വീലർ ആയിരിക്കും കുറച്ചുകൂടി സൗകര്യം. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകും, അതിൽ ആദ്യത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും. വണ്ടികളിലല്ലാതെ നടന്നു പോകുന്നവരും എല്ലാം ജോഗിങ്ങിന് പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ഹെയർ പിന്നുകളുള്ള റൂട്ടാണ്. പക്ഷേ എന്നാലും ഹെൽത്തൊക്കെ നോക്കുന്നവർക്ക് അങ്ങനെ നടന്നു പോകുന്നവരെയും കണ്ടു എന്നുള്ളത് എനിക്ക് വലിയൊരു അത്ഭുതം ഉണ്ടായ കാര്യമാണ്. ഇപ്പോൾ ഈ കാണുന്നത് അവിടുത്തെ ഒരു ക്ഷേത്രമാണ്, നന്ദി ക്ഷേത്രം. ഇവിടെ പൂജയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ ടിപ്പു സുൽത്താൻ തൻ്റെ വേനൽക്കാല വസതിയായിട്ട് ഈ നന്ദി ഹിൽസിലെ കൊട്ടാരം ഉപയോഗിച്ചിരുന്നു. മാത്രമല്ല അദ്ദേഹം കുളിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു കുളം, ഒരുപാട് കാര്യങ്ങൾ, ടിപ്പു സുൽത്താൻ്റെ ഒരുപാട് ബിൽഡിങ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ചൂട് സമയത്ത് ഇവിടെ ഏറ്റവും കുറഞ്ഞത് 25 മുതൽ 28 ഡിഗ്രി വരെയും, തണുപ്പ് സമയത്ത് 8 മുതൽ 10 ഡിഗ്രി വരെയാണ് താപനില.
അപ്പോൾ ഇത് പകലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് വീഡിയോയിൽ ഒരുപാട് നന്ദേൽസിൻ്റെ ഫുൾ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഏകദേശം 400-ൽ പുറത്ത് ഏക്കർ വിസ്തൃതി ഉണ്ട് മൊത്തം. ഇതിൽ നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും പഴയ കാലത്ത് തന്നെ ഒരുപാട് കൺസ്ട്രക്ഷൻ ഇവിടെ നടന്നിരുന്നു എന്നുള്ളത്. അതിനുള്ള ഉപകരണം പാറയൊക്കെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിലും ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഇവിടെ എത്തിച്ച് ടിപ്പു സുൽത്താൻ പണി കഴിപ്പിച്ചെന്നുള്ളതാണ്. അപ്പോൾ പല ടെമ്പിൾ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ആൾ സ്റ്റേ ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. ശരിക്കും ഫുള്ളൊരു പച്ചപ്പ്, എവിടെ നോക്കിയാലും മരങ്ങളും മഞ്ഞും ഒക്കെ കൊണ്ട് അതും ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഇരിക്കാനൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ ടോപ്പ് പോയിന്റിൽ നമുക്ക് വ്യൂ കാണാനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും ഒരിക്കലെങ്കിലും നിങ്ങൾ ബാംഗ്ലൂർ അല്ലെങ്കിൽ അതിനുള്ള ചുറ്റുമുള്ള പ്രദേശങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് നന്ദേൽസ്. അപ്പോൾ മറ്റൊരു വിശേഷവുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം. ടാറ്റാ, ബൈ ബൈ.